പൂരാടത്തിൻ്റെ ദിവസത്തെ ഉള്ളൊരു വീഡിയോ ആണ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നത്. ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റത്തില്ല, ഈവനിങ്ങിൽ ഉള്ള ഒരു വീഡിയോ ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ പൂരാടം ഉത്രാടത്തിൻ്റെ തലേദിവസമാണല്ലോ. അപ്പോൾ പൂരാടത്തിനാണെങ്കിലും ഇത് അടൂരാണ് ഈ കാണിക്കുന്നത്. അടൂരിൽ നമുക്ക് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയായിട്ട്, ഓണത്തിന് ഒരാഴ്ച മുന്നേ തന്നെ ബ്ലോക്കാണ്. കടകളിലാണെങ്കിലും എല്ലാം തിരക്കുമാണ്, റോഡിലും ഭയങ്കര ബ്ലോക്കാണ്. ഓഫീസിൽ നിന്നൊക്കെ വണ്ടി ഓടിച്ച് വരാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുപോലെ ബ്ലോക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തായാലും ലേറ്റായി, വൈകുന്നേരമായി. വേറെ കടയിലൊക്കെ ഞങ്ങൾ ആദ്യം കയറിയിട്ടുണ്ടായിരുന്നു, അതിനൊന്നും വീഡിയോ എടുത്തില്ല. ഞങ്ങൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചിട്ട് ജ്യൂസും പപ്സും ആണ് കഴിച്ചത്. പിന്നെ നേരെ പോയത് മാക്സിലേക്കാണ്. മാക്സിൽ പോയി ആദ്യം കുഞ്ഞിക്കുള്ള ഡ്രസ്സാണ് നോക്കിയത്. അപ്പോൾ കുഞ്ഞിക്ക് നോക്കി ഒരു സൽവാർ കണ്ടു. അപ്പോൾ അതൊന്ന് ഇട്ട് നോക്കാം എന്നൊക്കെ വിചാരിച്ച് കുഞ്ഞിനെ ട്രയൽ റൂമിൽ കൊണ്ടുപോയി. കുഞ്ഞിക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പൊന്നും ഇല്ലായിരുന്നു. കാരണം കുഞ്ഞ് അങ്ങനത്തെ ഡ്രസ്സൊന്നും വലിയ താല്പര്യമില്ല. പിന്നെ അത് ഇട്ട് ഞങ്ങൾ ട്രയലൊക്കെ ഇട്ട് നോക്കിയപ്പോൾ നല്ലതായിരുന്നു. കുഞ്ഞിക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു. ഷോളൊക്കെ ഉള്ളതുകൊണ്ട്, സൽവാറല്ലേ, അപ്പോൾ ഷോളൊക്കെ ഉള്ളതുകൊണ്ട് കുഞ്ഞിക്കും അത് ഇഷ്ടപ്പെട്ടു. അപ്പം ഫൈനലി കുഞ്ഞിക്ക് എടുത്ത ഓണക്കോടി ഇതാണ്. കുഞ്ഞിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അച്ഛൻ ഇടിപ്പിച്ച് നോക്കിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചേട്ടനുള്ള ഡ്രസ്സാണ് എടുക്കാൻ പോയത്. ഷർട്ട് ഓണമായോണ്ട് ആണോയെന്നറിയത്തില്ല, നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു, കുറേ തുണികൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം നേരത്തെയൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ വരുമ്പോൾ ഇത്രയും തുണിയൊന്നും ഇല്ലായിരുന്നു. ഡ്രസ്സ് വളരെ കുറവായിരുന്നു, ഡിസ്പ്ലേക്ക് എല്ലായിട്ടായിരുന്നു. ഇന്ന് ഓണം ആയതുകൊണ്ടായിരിക്കും നല്ലപോലെ ഡ്രസ്സ് അവർ ഇട്ടിട്ടുണ്ടായിരുന്നു, കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഷർട്ടൊക്കെ നോക്കി ഫൈനലി ചേട്ടന് പറ്റിയ സൈസ് പുള്ളിക്ക് കിട്ടി. അതൊന്ന് ഒക്കെ ട്രയലൊക്കെ ഇട്ട് നോക്കാൻ കയറിയിരിക്കണം. ആ സമയം കൊണ്ട് ഞാൻ ജസ്റ്റ് കളക്ഷനൊക്കെ ഒന്ന് നോക്കുകയാണ്. അങ്ങനെ ചേട്ടനുള്ളത് ഫിക്സായി. അത് കഴിഞ്ഞിട്ട് ഇനി എൻ്റെ സെക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത്. അതാണ് ഒരു ചടങ്ങ്. ഏതെടുത്താലും കൺഫ്യൂഷനാണ്. ചിലതൊക്കെ എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും, ഒത്തിരി കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. അതുകൊണ്ട് ഞാനൊരു 4-5 എണ്ണം എടുത്തുകൊണ്ട് വന്നു. ഒരേപോലത്തെ ടോപ്പൊക്കെ തന്നെ, പക്ഷേ അത് കണ്ടപ്പോഴാണ് എനിക്ക് കൺഫ്യൂഷനായി. അപ്പോൾ എല്ലാം എടുത്ത് ട്രയൽ ചെയ്ത് നോക്കുകയാണ്. ഈ പിങ്ക് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷേ ഞാൻ കളർ ഭയങ്കര ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പിന്നെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പിന്നെ ഫൈനലി ഒരു മഞ്ഞ ആണ് എടുത്തത്. പിന്നെ ഞാൻ ചുമ്മാ അവിടെ ഡ്രസ്സെല്ലാം ഒന്ന് വീഡിയോ ഒന്നും എടുത്ത് കൊള്ളാം, നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. കളർ ഒക്കെ നല്ല ലൈറ്റ് കളേഴ്സൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കളക്ഷൻസ് ഓണമായതുകൊണ്ട് ഫെസ്റ്റിവൽ ടൈപ്പൊക്കെ ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേന് ഒരു 8:45-9 മണി ആവുന്നുണ്ട്. അപ്പോഴത്തേന് ഞങ്ങൾ വിശന്നിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. നേരെ KFCയിലോട്ട് വണ്ടി വിട്ടു. അപ്പോൾ ഞങ്ങൾ അവിടെ പോയി ഫുഡൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് ഏതാണെന്നുള്ളതിൻ്റെ ഒന്ന് സെലക്ട് ചെയ്ത് പേ ചെയ്തു. ഒരു 1/4 മണിക്കൂർ ഞങ്ങൾ വെയിറ്റ് ചെയ്തു. നല്ലപോലെ വിശന്നു. പിന്നെ ഫുഡ് വന്നപ്പോഴത്തേന് ഞങ്ങൾ 3 പേരും ഒരു പിടിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചൂടൊക്കെ നല്ല ചൂടായിരുന്നു, പക്ഷേ എങ്കിൽ അതൊന്നും നോക്കിയില്ല, പെട്ടെന്ന് കഴിക്കുമായിരുന്നു. അതുപോലെ 10 മണിയായി ഫുഡ് കഴിച്ചപ്പോഴത്തേന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.